ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പഞ്ഞി പോലെയാണ് പാലപ്പം ഇരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ആക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്കത് അതിന് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അതിന് 1 കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേ അടുത്ത ഇതുപോലെ 1 കപ്പ് കൂടി ഇട്ടു. 2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ചോറിട്ടു. നമ്മൾ സാധാരണ നമ്മൾ കുത്തരിയുടെ ചോറാണ്. ഇനി 1 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ഇടാം. 1/2 കപ്പ് ചോറിട്ടു. 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ. നമ്മളെപ്പോഴും പച്ചരി കൊണ്ടല്ലേ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പുണ്ട്. ഇത് കപ്പൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതേ അളവ് തന്നെ ഇത് ചെയ്യണം. 2 കപ്പ് എടുക്കുന്നതിന് പകരം 2 ഗ്ലാസ് അങ്ങനെ. പിന്നെ ചോറൊക്കെ അതേ അളവ് തന്നെ എടുക്കണം ഗ്ലാസ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാവേ. ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടിയെടുത്ത് അതേ തന്നെ കപ്പിന് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാവേ. ആദ്യമേ വെള്ളം ഒഴിക്കാം മിക്സി ജാറിലേക്ക്. 2 കപ്പ് വെള്ളം. എന്നിട്ട് ഈ മാവും ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. മൊത്തം ഇതിലേക്ക് ഒന്നിച്ചിടാവേ. ഇട്ട ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ആദ്യമേ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മാവ് അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇടണം. 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഞാൻ ഈസ്റ്റാണ് ഇടുന്നത്. അതാകുമ്പോൾ നല്ലോണം പൊങ്ങും. മറ്റേ ഈസ്റ്റിൻ്റെ പഴകിയ ഈസ്റ്റ് ആണെങ്കിൽ അത് പൊങ്ങാൻ സാധ്യതയില്ല. ഇത് 1/2 ടീസ്പൂണാണ്. അപ്പം 1.5 ടീസ്പൂണായി. നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇതേണ്ടേ, അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. മിക്സ് ചെയ്ത് വെക്കാവേ നല്ലോണം ഒന്ന്. ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിന് കഴുകി ഒഴിക്കും. ഇളം ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുന്നത്. നമ്മൾ പാലപ്പത്തിനൊക്കെ കണ്ടോ, ഇപ്പോൾ പാലപ്പത്തിന് നമ്മൾ പച്ചരിക്കൊക്കെ അരയ്ക്കുന്ന പരുവത്ത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർക്കാവേ. പാലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാനൊരു സൂത്രം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാണിക്കാൻ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. നമ്മളാണ് നല്ല ഗോതമ്പിൻ്റെ പാലപ്പമെന്ന് പറയത്തേ ഇല്ല കേട്ടോ. നല്ല പച്ചരി കൊണ്ടുണ്ടാക്കിയാന്ന് പറയും. പിന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാവൊന്ന് മാറ്റി വെക്കാവേ. ഇതുപോലൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കണ്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. നല്ലോണം ഇതൊന്ന് രണ്ടും കൂടെ വെളിച്ചെണ്ണയും ഈ പഞ്ചസാരയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിക്കണം. അപ്പം നല്ലൊരു പഞ്ഞി പോലെ കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് എത്ര പേർക്ക് അറിയാവുന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിക്കാം. മാവിലേക്ക് ഒഴിക്കുവാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയും പഞ്ചസാരയെല്ലാം നല്ല അലിഞ്ഞ് അപ്പം പഞ്ചസാരയും ആ എണ്ണയെല്ലാം കൂടെ ഉള്ള മിക്സ് കൂടെ ചേർത്ത് ഞാനിപ്പം എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ പരുവം മതി. നമുക്ക് ഇത് മൂടി വെച്ച് 1/2 മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യണം. ഇപ്പം തണുപ്പ് സമയമായതുകൊണ്ട് ഈസ്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് വരും. ഇല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ താമസം എടുക്കുമായിരിക്കും ചിലയിടത്തൊക്കെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് കണ്ടോ, ഈ പരുവാണ്. നമുക്ക് മൂടി വെക്കാവേ. മൂടി വെച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. പൊങ്ങിയിട്ടുണ്ടോ നോക്കാം കേട്ടോ. അതെ കണ്ടോ, ഇത് ഞാൻ ഈ പാത്രം വെച്ചാണ് അടച്ചത്. പക്ഷെ ഇത് പൊങ്ങി വന്നപ്പോൾ ഞാനിത് മാറ്റിയതാണ് കേട്ടോ. മുട്ടി പോകുന്നുണ്ട് കണ്ടോ. അതേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഈസ്റ്റിൻ്റെ ഇതാണ് കണ്ടോ.
ഇങ്ങനെ കാണുമ്പം തന്നെ അറിയാം ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ. ഇപ്പം ഞാനൊരു വെച്ചിട്ടൊരു 10-20 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. ഇത്രയും തണുപ്പ് സമയമായിട്ട് പോലും പൊങ്ങി. അതിനാണ് നമ്മൾ ആ വെളിച്ചെണ്ണയും പഞ്ചസാരയും ചേർക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് മിക്സ് ചെയ്യാവേ. നമ്മൾ ഉപ്പൊക്കെ ഇട്ടതാണ്, നമുക്ക് ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാലപ്പം ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാവേ. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കട്ടെ. ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പയിൽ, ഇതൊന്ന് ചൂടാകട്ടെ. ഒഴിക്കാവേ. നല്ലോണം ചൂടായി കിടക്കുവാണ്. ഇതിലേക്ക് നമ്മളെ സാധാരണ അരിപ്പൊടിയുടെ പോലെ തന്നെ ഉണ്ടാവും. ഇരുന്നാണ്ട കുത്ത് മൂടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. റെഡിയായിട്ടുണ്ട്, നമുക്ക് എടുക്കാവേ. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം. അടുത്തതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അടുത്തതും റെഡിയായിട്ടുണ്ട്, നമുക്ക് എടുക്കാവേ. ഉണ്ടോ, ഞാൻ ഇലയുടെ പുറത്തോട്ട് ഇടുന്നതാണ് ഇങ്ങനെ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് എല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെയും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇലയ്ക്കകത്ത് ഇലയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പിൻ്റെ പാലപ്പം മൊത്തം ഉണ്ടാക്കിയ ശേഷം മുഴുവനായിട്ട് കാണിക്കാവേ. ഇതേ ചൂട് വറക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നല്ല പഞ്ഞി പോലത്തെ പാലപ്പം. ഇത് കണ്ടോ നിങ്ങൾ? കണ്ടോ? ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഞാൻ ഒന്നിൻ്റെ പുറത്ത് ഒന്നാണ് വെച്ചത്. നോക്കി, ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കി. നല്ല ചൂടോടെ, ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ചൂടോടെ ഇരിക്കുന്നത് അല്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ആ വെളിച്ചെണ്ണയും ആ പഞ്ചസാരയും ചേർത്ത്, അതാണ് നമുക്ക് നല്ല മയം തരുന്നത് കേട്ടോ. ഇതിന് ചിക്കൻ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത്. ഗോതമ്പിൻ്റെ പാലപ്പത്തിന് നല്ല ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.